Hi guys, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് DTFTയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം തേർഡ് മൊഡ്യൂളിൽ കണ്ടായിരുന്നു. ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൊഡ്യൂൾ 5-ലെ ടോപ്പിക്കാണ്. മൊഡ്യൂൾ 5-ലെ ടോപ്പിക്കാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്ക് പറയാം, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന അതിൻ്റെ ഡിസ്ക്രീറ്റ് സിഗ്നലിനെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുക. എക്സ് ഓഫ് എന്നിനെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ, ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സമ്മേഷനാണ്. കണ്ടിന്യൂസ് ആയപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ആയിരുന്നു ചെയ്തത്. സോ ഈ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, ദിസ് ഒമേഗ ഞാൻ എന്തിനാണ്? ഡിസ്ക്രീറ്റ് ടൈമിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഒമേഗ ഞാൻ കണ്ടിന്യൂസ് ടൈമിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്ന ഒമേഗ ഞാൻ കണ്ടിന്യൂസ് ടൈമിൽ യൂസ് ചെയ്തു. ആൻഡ് ഡിസ്ക്രീറ്റ് ടൈമിൽ ഈ വലിയ ഒമേഗയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് ഓഫ് എന്നിനെ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഓർ എക്സ് ഓഫ് ഒമേഗ. ഓക്കെ, DTFT ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ടായിരിക്കും. ആൻഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n is equal to minus infinity to infinity x of n e raised to minus j omega n. Okay, and ഇതിൻ്റെ ഇൻവേഴ്സ് DTFT ഇൻവേഴ്സ് കാണാൻ, അതായത് എക്സ് ഓഫ് ഒമേഗ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് എൻ കാണാൻ. സോ ആ സമയത്ത് എക്സ് ഓഫ് എൻ ഈസ് ഗിവൺ ബൈ 1/2 ഇൻ്റഗ്രൽ minus pi to pi x of e raised to j omega n, sorry, j omega into e raised to j omega n d omega. ഓക്കെ, സോ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രലാണ് എടുക്കുന്നത്. ഡയറക്റ്റായിട്ട് DTFT എടുക്കുമ്പോൾ സമ്മേഷനാണ്. ബാക്കി എല്ലാത്തിനകത്തും ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇൻ്റഗ്രൽ ആയിരുന്നു. ഇസഡ് ട്രാൻസ്ഫോമിന് സമ്മേഷൻ ആയിരുന്നെങ്കിൽ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമിനും നമ്മൾ ഇൻ്റഗ്രൽ ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ ഇവിടെയും IDTFTക്കും, അതായത് ഇൻവേഴ്സ് DTFTക്കും എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ, അല്ലെങ്കിൽ ടു എ ടൈം പീരീഡ് 2 എന്ന് വേണമെങ്കിലും പറയാം. ഇ റേസ് ടു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇൻവേഴ്സ് DTFT കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഡയറക്റ്റ് എക്സ് ഓഫ് എന്നിനെ എക്സ് ഓഫ് ഒമേഗ ആക്കാൻ വേണ്ടി സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു minus infinity to infinity x of n e raised to minus j omega n. Okay, and existence of discrete times Fourier transform. Okay, existence. Okay, നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ ഡിറിച്ലെറ്റ് അല്ലെങ്കിൽ ഡിറിക്ലെറ്റ് കണ്ടീഷൻസ് കണ്ടായിരുന്നു. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ഡിറിച്ലെറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നെസസറി കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആണെന്ന് നമ്മൾ അപ്പം പറഞ്ഞായിരുന്നു. ആൻഡ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കാണുമ്പം എക്സിസ്റ്റൻസ് പറയുവാണെങ്കിൽ നമുക്ക് പറയാം, ഈ DTFT എന്ന് പറയുന്നത് doesn't exist for every periodic sequence. Okay, അപ്പം
എല്ലാ എപീരിയോഡിക് സീക്വൻസിനും DTFT യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചില സിഗ്നൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ more general case of Fourier transform, and Z transform will be a more general case of DTFT. കാരണം എന്താണ്, DTFTക്ക് കുറച്ച് കുറവുകളുണ്ട്. ഓക്കെ, സോ ആ കുറവുകളെ മാറ്റാൻ വേണ്ടിയുള്ളതാണ് Z ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് DTFT എന്ന് പറയുന്നത് summation n is equal to minus infinity to infinity mod x of n എന്നുള്ളതിൻ്റെ വാല്യൂ ഷുഡ് ബി ഫൈനൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഷുഡ് ബി അബ്സല്യൂട്ട്ലി സമ്മബിൾ. എന്നാൽ മാത്രമേ ആ ഒരു സീക്വൻസിന് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഷുഡ് ബി അബ്സല്യൂട്ട്ലി സമ്മബിൾ. absolutely summable. ഓക്കെ, ഒരു സീക്വൻസ് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ DTFT ഉണ്ടോ എന്നറിയാൻ വേണ്ടി അതിനെ അബ്സല്യൂട്ട്ലി സമ്മബിൾ ആണോ എന്ന് നോക്കുക. അതായത് n is equal to minus infinity to infinity മോഡ് എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ കാണുമ്പം അത് ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റി ആവരുത്. ഓക്കെ, അത് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ DTFT എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ DTFT എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സ് ഓഫ് എൻ ഷുഡ് ബി അബ്സല്യൂട്ട്ലി സമ്മബിൾ, ആൻഡ് ഇറ്റ് ഈസ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓർ DTFT. ഓക്കെ, സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് DTFT എന്ന് പറയുന്നത് എന്താണ്? it should be x of n should be absolutely summable. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇക്വേഷൻ അറിയാം, ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം, ആൻഡ് ദ കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ബേസിക് സിഗ്നൽസിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കുറച്ചെണ്ണം കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രോപ്പർട്ടീസിലേക്ക് പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ബേസിക് സിഗ്നൽസിൻ്റെ കുറച്ച് ഫോറിയർ ട്രാൻസ്ഫോം കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദ വീഡിയോ. Do subscribe the channel if you are watching the channel for the first time.